ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഈ വെക്കേഷൻ തുടങ്ങിയിട്ട് ഒരു തവണ നാട്ടിൽ പോയി കുറേ ദിവസം നിന്ന് അത് കഴിഞ്ഞ് തിരിച്ചെറണാകുളത്ത് വന്നേ. ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും നാട്ടിലേക്ക് പോവാം. കാരണം വേറൊന്നുമല്ല, എന്നിട്ട് ഇവർക്കൊക്കെ ഭയങ്കര ബോറടി. എനിക്ക് അവിടെ നിൽക്കുമ്പം തോന്നും ഇവിടെ വരണമെന്ന്, ഇവിടെ നിൽക്കുമ്പം തോന്നും അവിടെ പോകണമെന്ന്. എന്തായാലും ഇന്ന് പോകാൻ തീരുമാനിച്ചു. ചോറുണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല വെയിലുണ്ട്. ബസ്സിൽ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഹരിപ്പാട്ട് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിരുന്നിട്ട് കൊടിയേറിയെന്ന് നമ്മളിങ്ങനെ പോന്ന് ഇതുവരെ അങ്ങോട്ട് പോയില്ല. അപ്പം ഇന്ന് വൈകിട്ട് എന്നിട്ട് അമ്പലത്തിൽ പോകണം, പിന്നെ നാളെ പോകണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം. വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ടേ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇവിടെ എന്തുവാ മാങ്ങ, അത് പിടിക്കാതെ അത് പൊഴിഞ്ഞു പോകും. ഇവിടെയൊക്കെ മാങ്ങ കിടപ്പുണ്ട്. ഇതിലെ കുഞ്ഞി മാങ്ങ, ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് പറയും. ഭയങ്കര സ്മെല്ല. മീ അത് പിടിക്കാതെ അത് പൊഴിഞ്ഞു പോകടാ. ഇപ്പം വിളവൊക്കെ ആയെന്ന് തോന്നുന്നു ഏകദേശം, കാരണം ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് നല്ല ഞങ്ങൾക്ക് 2-3 കിട്ടി. പക്ഷെ നല്ല മധുരമൊന്നുമില്ല അല്ലേ? പുളിയുണ്ട്, പുളി കൂടുതലാണ്. വിളഞ്ഞില്ലെന്ന് തോന്നുന്നു, ചൂടുകൊണ്ടായിരിക്കും ഇതൊക്കെ പൊഴിഞ്ഞു വീഴുന്നത്. ബാഗൊക്കെ ഇട്ടോ, ഇനി ചെരുപ്പിട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ലിപ്സ്റ്റിക് ഇടരുതെന്ന്? ഏത് ചെരുപ്പാണ് ഇടുന്നേ? ആണോ? എനിക്ക് അതെടുത്തിട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ചൂട് സമയമാണ്, ഉച്ച നേരമാണ്, പിന്നെ ബസ്സിലും കൂടാണ് യാത്ര. പറ്റുമെങ്കിൽ AC ലോ ഫ്ലോർ കിട്ടുവാണെങ്കിൽ അതിൽ കയറി പോകാമെന്നൊരു പ്ലാൻ ഉണ്ട്. പണ്ട് ഇതുപോലെ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് AC ബസ്, പക്ഷേ സമയത്തൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ആ റിസ്ക് എടുക്കുന്നില്ല. എന്തായാലും നമ്മൾ പതുക്കെ ഇറങ്ങുമായിരുന്നു. അപ്പോഴാണ് ഊബർ താഴെ എത്തിയെന്നുള്ള വിളി വന്നത്. പിന്നെ ഓടടാ ഓട്ടോ ആയി. എത്ര കാര്യങ്ങൾ എടുത്തു വെച്ചാലും എന്തെങ്കിലും ഒന്ന് മറക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ഊബർ വന്നിട്ടുണ്ട്, അതാ ഓടുന്നേ. ഓടിക്കും കേറിക്കോ പോയി. ഈ ഓട്ടോയിൽ കയറുമ്പം ലാസ്റ്റ് ഈ ഓട്ടോ ചാർജിന് വേണ്ടിയിട്ട് തർക്കം ഇടുന്ന പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാനാണ് സ്ഥിരമായിട്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്യുന്നത്. അതാകുമ്പം നമ്മൾ ആദ്യം തന്നെ റേറ്റ് കാണുമല്ലോ. പിന്നെ ഞാൻ ഈ കാര്യം എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുള്ളവർ ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ വൈറ്റില ഹബ്ബ് എത്തിയപ്പോൾ തന്നെ നമുക്കൊരു KSRTC കായംകുളം ഫാസ്റ്റ് പാസഞ്ചർ കിട്ടി. അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. എന്തായാലും സീറ്റും ധാരാളം ഉണ്ട്. അങ്ങനെ ഓടിക്കയറി. ഇനി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് കയറുമ്പോൾ ഹാഫ് ടിക്കറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് 5 വയസ്സ് മുതലാണ്. അതായത് എന്നാണോ അവർക്ക് 5 വയസ്സ് തുടങ്ങുന്നത് അന്ന് മുതൽ നമ്മൾ ഹാഫ് ടിക്കറ്റ് എടുക്കണം. അത് 12 വയസ്സ് വരെ ഉണ്ട്. പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേ തെക്ക് വടക്കായിട്ടാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ വടക്കുന്ന് തെക്കോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലും, അതുപോലെ വൈകിട്ട് അതായത് ഒരു ഉച്ച കഴിഞ്ഞ സമയം തൊട്ട് വടക്കുന്ന് തെക്കോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വെയിൽ കൊള്ളണ്ട. ഇത് തന്നെ തിരിച്ച് മറിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇത്തവണ നമ്മൾ വന്നത് അച്ചമ്മ വീട്ടിലേക്ക് ആയതുകൊണ്ട് KSRTC ബസ് ഇറങ്ങി വേറെ ബസ്സൊന്നും കയറേണ്ട ആവശ്യമില്ല. നേരെ വീട്ടിലേക്ക് പോയാൽ മതി. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അതുകൊണ്ട് ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു പാറു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്ക് ചേച്ചിയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട് ഉത്സവത്തിന് പോകാനായിട്ട്. ഇന്ന് വൈകിട്ട് എന്തായാലും അവർ പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത് അമ്പലത്തിലേക്ക്. പിന്നെ അമ്പലത്തിൽ പോകുന്നതും അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ എന്തായാലും വീടെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. ബൈ.